കോങ്കോയിൽ അതിമാരകമായ എബോള വൈറസിന്റെ പുതിയ വകഭേദം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അയൽ രാജ്യമായ ഉഗാണ്ടയിലേക്കും രോഗം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ നീക്കം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ വടക്കുകിഴക്കൻ പ്രവിശ്യകളിൽ ബുണ്ടിബുഗോ എന്ന എബോളോ വൈറസ് വകഭേദം ഇപ്പോൾ പടർന്നു പിടിക്കുകയാണ്. കോങ്കോയുടെ കിഴക്കൻ ഇഡൂരി പ്രവിശ്യയിൽ എബോളോ രോഗബാധയെ തുടർന്ന് 80 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 8 പേർ രോഗബാധിതരായി ചികിത്സയിലുണ്ട്. വ്യാഴാഴ്ച നടത്തിയ പരിശോധനയിൽ ഡിംപാര, മുക്വാലു, ബുനിയ എന്നിവിടങ്ങളിലെ ആരോഗ്യ മേഖലകളിൽ ഇതുവരെ 246 സംശയിക്കപ്പെടുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു മഹാമാരി അടിയന്തരാവസ്ഥയല്ലെന്നും എന്നാൽ കോങ്കോയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണമെന്നുമാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഈ വകഭേദം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിലെ വാക്സിനുകൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ വകഭേദം മുന്നോട്ട് പോകുന്നത്. ബുനിയിലെ ഇവാഞ്ചലിക്കൽ മെഡിക്കൽ സെന്ററിൽ മരിച്ച ഒരു നേഴ്സാണ് ആദ്യത്തെ രോഗബാധിത എന്നാണ് കരുതുന്നത്. പനി, രക്തസ്രാവം, ഛർദി, കഠിനമായ ക്ഷീണം എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് ഇതിനുള്ളത്. നേഴ്സിനെ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചപ്പോഴും ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ പ്രകടമായിരുന്നു. കുരങ്ങുകൾ, മാനുകൾ, മുള്ളൻ പന്നികൾ, പന്നി തുടങ്ങിയ മൃഗങ്ങളിലും ഈ രോഗം കാണാറുണ്ട്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ വിസർജ്യങ്ങളിലൂടെയോ അവയുടെ മാംസം ഭക്ഷിക്കുന്നതിലൂടെയോ രോഗം മനുഷ്യരിലേക്ക് പടരാം. കോങ്കോയിലെ അതിർത്തി കടന്ന് ഉഗാണ്ട ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലേക്ക് വൈറസ് വ്യാപിക്കുന്നത് തടയാനായി അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിതമായ ഒരു നീക്കമാണ് ആവശ്യമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആഭ്യന്തര യുദ്ധങ്ങളും ജനങ്ങളുടെ പലായനവും രോഗബാധിത പ്രദേശങ്ങളിലേക്കുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പ്രവേശനം ഏറെ കഠിനമാക്കുന്നുണ്ട്. ഇത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കും സാരമായി. രോഗവ്യാപനം തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്. ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 2 മുതൽ 21 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. കടുത്ത പനി, രക്തസ്രാവം, തളർച്ച, പേശിവേദന എന്നിവയാണ് എബോള രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. രോഗബാധിതരുടെ ശരീരസ്രവങ്ങളിലൂടെ വൈറസ് പടരും. വൈറസിനെ നിയന്ത്രിക്കാൻ വേണ്ടി കൂടുതൽ മെഡിക്കൽ സഹായം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്താരാഷ്ട്ര ഏജൻസികളും. 1976 എബോള ആദ്യമായി തിരിച്ചറിഞ്ഞ ശേഷം കോങ്കോയിലെ 17ാമത്തെ രോഗബാധ കൂടിയാണിത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കോങ്കോയിൽ ഇതിനു മുൻപ് എബോള റിപ്പോർട്ട് ചെയ്തത്. അന്ന് 34 പേരാണ് മരിച്ചത്. 2018-2020 കാലഘട്ടത്തിൽ എബോള വൈറസ് ബാധിച്ച് 2300ഓളം പേർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.